ദിവസങ്ങളായിട്ടുള്ള മഴ കാരണം ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാനേ സാധിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ടൊരാക്കം ഉണ്ടായിരുന്നേ. മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെ മൂടിക്കെട്ടി കിടക്കുകയായിരുന്നേ. അതിൻ്റെ ഒപ്പം തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഇതുപോലെ നിൽക്കാതെ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, ആ പഴയ വെയിലായിരുന്നു ഇതിലും ഭേദമെന്ന്. ദേ ആ താഴെ കാണുന്നത് ഒരു ആറാണ് കേട്ടോ. അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേനും അതിലുള്ള വെള്ളം നിറഞ്ഞിട്ട് നന്നായിട്ട് ഒഴുകുവേ. ഒഴുക്ക് ശക്തമാകുമ്പോൾ നമ്മുടെ വീടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാം കേട്ടോ. പിന്നെ വീണ്ടും ഗപ്പി പ്രസവിച്ചിട്ട് കുറേ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ചെറിയൊരു താമരക്കുളം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാത്തതുകൊണ്ടേ ചെടികളൊക്കെ ഇപ്പോഴാണ് കേട്ടോ നേരാവണ്ണം ഒന്ന് ശ്രദ്ധിക്കുന്നത്. മഴയ്ക്ക് ശേഷം നിറച്ച് പൂവിട്ടിട്ടുണ്ട് കേട്ടോ മിനി റോസയിൽ. ഇനിയെങ്കിലും മഴയൊന്ന് പെയ്യാതിരിക്കുവാണെങ്കിൽ ഈ പൂക്കൾക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് ആയുസ് ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം 4 മണിക്ക് വിരിഞ്ഞ പൂക്കളാണ് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ. ഇപ്രാവശ്യത്തെ ഈ മഴ കാരണം അധികം ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. സന്ധ്യയാവും തോറും നന്നായിട്ട് കോട മൂടാൻ തുടങ്ങുന്നുണ്ട്. അതിനൊപ്പം തന്നെ നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ പോകുന്നത് നമ്മുടെ പറമ്പിലേക്കാണ്. അവിടെ ഒരു ചെറിയ പേരയും അതിൽ നിറച്ച് പേരയ്ക്ക നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അന്നേരം മൂത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം എല്ലാം തന്നെ പഴുത്തിട്ടുണ്ട്. പക്ഷെ വലിയ മധുരമൊന്നും കാണത്തില്ല, കാരണം മഴയൊക്കെയല്ലേ. അപ്പം ഞാൻ ഒരെണ്ണം പറിച്ചപ്പോൾ അത് കിളി കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് അങ്ങോട്ട് കളഞ്ഞു. പിന്നെ നിപ്പുണ്ട് കേട്ടോ കുറേ. ഏകദേശം എല്ലാ പേരയ്ക്കും തന്നെ കിളി കൊത്തിയിട്ടുണ്ടേ. പിന്നെ ഞാൻ പറിക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. എന്തായാലും മധുരവും കാണത്തില്ല.